തുടരുന്നു. ആലപ്പുഴ ചെങ്ങന്നൂരിലെ ABVP പ്രവർത്തകൻ വിശാലിനെ കൊലപ്പെടുത്തിയ കേസിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായിരുന്ന മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. വിധി നിരാശാജനകമാണെന്നും അപ്പീൽ പോകുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. 2012 ജൂലൈ 16 ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന് സമീപം കൊല നടന്നത്. നവാഗതരെ സ്വാഗതം ചെയ്യുന്ന പരിപാടിക്കിടെ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ വിശാലിനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ്. 14 വർഷം നീണ്ട നടപടികൾക്ക് ശേഷമാണ് മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുള്ള കോടതി വിധി. വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷന്റെയും ABVPയുടെയും തീരുമാനം. വളരെ നിരാശകരമായ ഒരു വിധി എന്നാണ് പ്രോസിക്യൂഷന് പറയാനുള്ളത്. കോടതി മുമ്പാകെ ഹാജരാക്കിയ തെളിവുകൾ പ്രതികൾക്കെതിരെ കുറ്റം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പീൽ നൽകാനാണ് പ്രോസിക്യൂഷൻ നിർദ്ദേശിക്കുന്നത്. ഈ കേസിന്റെ മുഴുവൻ പ്രതികളെയും ശിക്ഷിക്കുന്ന തരത്തിലുള്ള വിധി വരുന്നതുവരെ മേൽക്കോടതിയെ സമീപിച്ചുകൊണ്ട് ശക്തമായി ABVP മുന്നോട്ട് പോകും. കെട്ടിച്ചമച്ച കേസ് എന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പിയുടെ പ്രതികരണം. ഇപ്പം ഞങ്ങളുടെ ഈ ഒരു ടീം വർക്കായിട്ടാണ് ഈ കേസ് ഞങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാവരുടെയും പേര് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ടീം വർക്കായിരുന്നു. കാരണം ഈ കേസിൽ ആദ്യം പോലെ തന്നെ ഈ കേസ് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. കാരണം സാക്ഷികൾ എല്ലാവരും തന്നെ, അതായത് മരുന്നിന് പോലും ഒരു BJP-കാരനല്ലാത്ത സാക്ഷിയില്ലായിരുന്നു. ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കാൻ. മരുന്നിന് പോലും. വിചാരണ കാലയളവിൽ കേസിലെ സാക്ഷികളായിരുന്ന KSU SFI പ്രവർത്തകർ മൊഴി മാറ്റിപ്പറഞ്ഞത് വിവാദമായിരുന്നു. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.